ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ. അതിലെ 40 ശ്ലോകങ്ങൾ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അർജുനൻ തൻ്റെ വിഷമങ്ങൾ ഭഗവാനോട് പറയുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ അധ്യായത്തിലെ 41-ാമത്തെ ശ്ലോകം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും നമുക്ക് നോക്കാം. അധർമാഭിഭവാത് കൃഷ്ണഃ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയഃ ജായതേ വർണ്ണ സങ്കരഃ. അർത്ഥം നോക്കാം. അധർമാഭിഭവാത് അർത്ഥം അധർമ്മത്താൽ. കൃഷ്ണ അല്ലയോ കൃഷ്ണ. പ്രദുഷ്യന്തി അർത്ഥം ദുഷിക്കുന്നു. കുലസ്ത്രീയ കുലസ്ത്രീകൾ. സ്ത്രീഷു സ്ത്രീകളിൽ. ദുഷ്ടാസു ദുഷിച്ച. വാഷ്ണേയ വൃഷ്ണികുലജാതൻ. ജായതേ ഉത്ഭവിക്കുക. വർണ്ണസങ്കര വർണ്ണസങ്കരം. അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ഹേ കൃഷ്ണ, അധർമ്മത്താൽ കുലസ്ത്രീകൾ ദുഷിച്ചു പോകുന്നു. ഹേ വൃഷ്ണികുലജാത, അപ്പോൾ വർണ്ണസങ്കരം സംഭവിക്കുന്നു. അർജുനൻ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ കൃഷ്ണ, അനാചാരങ്ങൾ കടന്നുകൂടി ദുഷിച്ചാൽ കുലത്തിലെ സ്ത്രീകൾ ദുഷിക്കാനിടവരുന്നു. വൃഷ്ണികുലത്തിൽ ജനിച്ച അല്ലയോ കൃഷ്ണ, സ്ത്രീകൾ ദുഷിച്ചു പോയാൽ അതോടുകൂടി വർണ്ണമിശ്രം സംഭവിക്കുവാനും ഇടവരുന്നു. വാർഷ്ണേയ എന്ന് ഭഗവാനെ വിളിച്ചത് എന്തിനാണ്? അങ്ങേക്കും ഒരു കുലമുണ്ടല്ലോ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ ഏതു കുലത്തിലാണ് ജനിച്ചത്? വൃഷ്ണികുലത്തിലാണ് ഭഗവാൻ ജനിച്ചത്. അങ്ങയുടെ കുലത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നത് അങ്ങേക്ക് സഹിക്കാൻ കഴിയുമോ എന്ന് ഒരർത്ഥം കൂടി ഈ വാർഷ്ണേയ എന്ന വിളിയിൽ അർജുനൻ ഉദ്ദേശിക്കുന്നുണ്ട്. യുദ്ധത്തിൽ നിന്നും പിന്മാറിയാൽ ദുര്യോധനാദികളുടെ അധർമ്മം നിമിത്തം നാട്ടിലെ ജനങ്ങൾ മുഴുവനും ദുഷിക്കാനിടവരും എന്നുള്ള കാര്യം പക്ഷേ അർജുനൻ ഇവിടെ വിസ്മരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത്. ഇനി നമുക്ക് 42-ാമത്തെ ശ്ലോകം നോക്കാം. സങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യച പതന്തി പിതരോ ഹേഷ്യാം ലുബ്ധപിണ്ഡോദക ക്രിയാഃ. അർത്ഥം നോക്കാം. സങ്കര അർത്ഥം ചിന്താകുഴപ്പം. നരകായൈ നരകം. ഏവ പുറമെ. കുലജ്ഞാനാം കുലത്തെ നശിപ്പിക്കുന്ന. കുലസ്യ കുലത്തെ. പതന്തി വീഴ്ച. പിതരോ പൂർവികർ. ഹി നേരായി. ഏഷാം അവരുടെ. ലുബ്ധ പിണ്ഡോദകക്രിയ മരണാനന്തര പിണ്ഡം നൽകൽ. ശ്ലോകാർത്ഥം. വർണ്ണസങ്കരം കുലത്തെ നശിപ്പിക്കുന്നു. അവരുടെ പൂർവികർ മരണാനന്തര പിണ്ഡം ലഭിക്കാതെ പതിക്കുന്നു. ഇതാണ് 42-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. കുലത്തിന് നാശം വരുത്തിയവരുടെ പിതൃക്കൾക്ക് യാതൊരു വിധത്തിലെ മോക്ഷവും ലഭിക്കില്ല എന്നാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് പറയുന്നത്. ഇനി നമുക്ക് 43-ാമത്തെ ശ്ലോകം നോക്കാം. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ
ഉത്സാദന്ത്യേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. അർത്ഥം നോക്കാം. ദോഷൈ ദുഷിച്ച, ഏതൈ ഇപ്പറഞ്ഞത്, കുലജ്ഞാനാം കുലനാശം, വർണ്ണസങ്കരകാരകൈ വർണ്ണസങ്കരം, ഉത്സാദന്ത്യേ നശിപ്പിക്കുക, ജാതിധർമ്മ ജാതിധർമ്മം, കുലധർമാശ്ച കുലധർമ്മം, ശാശ്വതേ എന്നേക്കുമായി. ശ്ലോകാർത്ഥം: വർണ്ണസങ്കരദോഷങ്ങളാൽ ശാശ്വതമായി ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിച്ചു പോകുന്നു. ഇങ്ങനെ അർജുനൻ വീണ്ടും കൃഷ്ണനോട് പറയുകയാണ്. അല്ലയോ കൃഷ്ണ, വർണ്ണമിശ്രത്തെ ഉളവാക്കുന്ന കുലദ്രോഹികളുടെ ഈ വിധ പ്രവർത്തികൾ നിമിത്തം പണ്ടുമുതലേ നിലനിന്നു പോന്നിരുന്ന ജാത്യാചാരങ്ങളും കുലാചാരങ്ങളും നശിക്കുവാൻ ഇടയാകുന്നു. ഇങ്ങനെ അർജുനൻ ഭഗവാനോട് പറയുന്നു. ഇനി നമുക്ക് 44-ാമത്തെ ശ്ലോകം നോക്കാം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതി ഇതി അനുസുശ്രുമ. അർത്ഥം നോക്കാം. ഉത്സന്ന കുലധർമാണാം, കുലധർമ്മം നശിച്ച, മനുഷ്യാണാം മനുഷ്യ, ജനാർദ്ദന അല്ലയോ ജനാർദ്ദന, നരകേ നരകത്തിൽ, അനിയതം അനേക വർഷം, വാസഃ വസിക്കുക, ഭവതി നിലനിൽക്കുക, ഇതി ഇപ്രകാരം, അനുശുശ്രുമ നാം കേട്ടു. എന്താണ് അർജുനൻ പറയുന്നത്? അല്ലയോ ജനാർദ്ദന, കുലധർമ്മം ക്ഷയിച്ചു പോയ മനുഷ്യരുടെ വാസം എന്നും നരകത്തിലാണെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ വീണ്ടും പറയുകയാണ്. ഇനി നമുക്ക് 45-ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. അഹോബദ മഹത്പാപം കർത്തും വ്യവസിതാ വയം യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. അഹോബദ അയ്യോ ഹ കഷ്ടം, മഹത് മഹത്തായ, പാപം പാപം, കർത്തും ചെയ്യുക, വ്യവസിത തയ്യാറാകുക, വയം നമ്മൾ, യത് അത്, രാജ്യസുഖലോഭേന രാജ്യസുഖ ഭോഗത്തിനായി, ഹന്തും കൊല്ലുക, സ്വജനം സ്വന്തം ജനം, ഉദ്യതാഹ തയ്യാറെടുക്കുക. ശ്ലോകാർത്ഥം: അയ്യോ കഷ്ടം, വലുതായ പാപം ചെയ്യുവാൻ നാം ഇറങ്ങിയിരിക്കുന്നു. രാജ്യസുഖഭോഗത്തിനായി സ്വജനങ്ങളെ വധിക്കുവാൻ നാം തയ്യാറെടുക്കുന്നു. ഇങ്ങനെ അർജുനൻ പറയുകയാണ്. ഇനി നമുക്ക് 46-ാമത്തെ ശ്ലോകം നോക്കാം. യദി മാമ പ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രരണേ ഹന്യസ്തംനേ ക്ഷേമതരം ഭവേത്. അർത്ഥം: യദി അങ്ങനെയെങ്കിൽ, മാമം ഞാൻ, അപ്രതീകാരം പ്രതിരോധിക്കാതെ, അശസ്ത്രം ശസ്ത്രമില്ലാതെ, ശസ്ത്രപാണയ കയ്യിലുള്ള അസ്ത്രം, ധാർത്തരാഷ്ട്ര ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ, രണേ യുദ്ധത്തിൽ, ഹന്യ ഹനിക്കുക, തത് അത്, മേ എന്നെ, ക്ഷേമതരം ക്ഷേമകരം, ഭവേത് ഭവിക്കും. ശ്ലോകാർത്ഥം:
ആയുധം ധരിക്കാത്ത എന്നെ അവർ ആയുധപാണികളായി ഹനിക്കുന്നുവെങ്കിൽ അതായിരിക്കും എനിക്ക് ക്ഷേമകരം. ഇങ്ങനെ അർജുനൻ വീണ്ടും പറയുകയാണ്. അല്ലയോ കൃഷ്ണ, ആയുധധാരികളായ ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ ആയുധമുപേക്ഷിച്ചവനും എതിർത്ത് യുദ്ധം ചെയ്യാത്തവനുമായ എന്നെ യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ അതായിരിക്കും എനിക്ക് കൂടുതൽ നല്ലത്. ഇങ്ങനെ വീണ്ടും അർജുനന് സ്വജനം, തൻ്റെ ആളുകൾ എന്ന മമതാമോഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ, അതായത് യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നാൽ എന്താണ് സംഭവിക്കുന്നത്? കുലം നശിക്കും. അതോടുകൂടി അവിടുത്തെ സ്ത്രീകൾക്ക് ദോഷമുണ്ടാകും. അങ്ങനെ സ്ത്രീകൾക്ക് ദോഷമുണ്ടായിക്കഴിഞ്ഞാൽ ആകപ്പാടെ ആ കുലം മുഴുവനായിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. വലിയ ദോഷമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറണം. അഥവാ അവരെന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ, അതായത് ദുര്യോധനനും മറ്റുള്ളവരുമൊക്കെ എന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ അതായിരിക്കാം ഏറ്റവും ഉത്തമം. എന്തായാലും ഇപ്പം നമ്മൾ ചെയ്യാൻ വന്നിരിക്കുന്ന യുദ്ധം ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ അങ്ങ് ഉപദേശിക്കുകയാണ് അർജുനൻ. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എൻ്റെ ജനത്തിനെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കില്ല, മോക്ഷം ലഭിക്കില്ല, അത് തെറ്റാണ്, അതുപോലെ കുലം നശിക്കും, സ്ത്രീകൾക്ക് ദോഷമുണ്ടാകും, പിതൃക്കൾക്ക് ശാന്തി ലഭിക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അർജുനൻ ആകെ വിഷമിച്ച് ഭഗവാനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇനി 47-ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച ഏവമുക്താർജുനഃ സാംഘീ രഥോപസ്ഥ ഉപാവിശത് വിസജ്യ സശരം ചാപം ശോകസംവിഘ്ന മാനസഃ. എന്നിട്ട് സഞ്ജയൻ പറയുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് ധൃതരാഷ്ട്രർക്ക് കുരുക്ഷേത്രത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അർജുനൻ പറഞ്ഞിട്ട് അർജുനൻ എന്തു ചെയ്തു എന്നാണ് ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഏവം ഇപ്രകാരം, ഉക്ത പറഞ്ഞിട്ട്, അർജുനൻ സംഖ്യേ യുദ്ധത്തിൽ നിന്ന്, രഥോപസ്ഥ രഥത്തിൽ, ഉപാവിശത് ഇരുന്നു, വിസ്യജ ദൂരേക്ക് വെക്കുക, സശരം അമ്പ്, ചാപം വില്ല്, ശോകസംവിഘ്നമാനസ അർത്ഥം ദുഃഖത്താൽ ശരീരവും മനസ്സും തളർന്ന്. ശ്ലോകാർത്ഥം നോക്കാം. സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞിട്ട് അർജുനൻ ദുഃഖത്തോടുകൂടി യുദ്ധഭൂമിയിൽ വില്ലും അമ്പുകളും ഉപേക്ഷിച്ച് തേർത്തട്ടിൽ ഇരിക്കുന്നു. ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഹരേ കൃഷ്ണ. ഇതോടുകൂടി ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദ യോഗ അവസാനിക്കുന്നു. ഇനി അർജുനൻ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വയ്യ യുദ്ധം ചെയ്യാൻ എന്നും പറഞ്ഞ് തേർത്തട്ടിൽ തളർന്ന് ഇരിക്കുമ്പോൾ അർജുനൻ്റെ മമതാമോഹം അകറ്റുന്നതിനായി, അർജുനൻ്റെ ഹൃദയത്തിൽ ബാധിച്ചിരിക്കുന്ന ഇരുട്ട് അകറ്റുന്നതിനായി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്? ശ്രീമദ് ഭഗവത്ഗീത. 2-ാമത്തെ അധ്യായം മുതൽ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഭഗവാൻ എന്തൊക്കെയാണ് അർജുനന് പറഞ്ഞു കൊടുത്തത് എന്ന്
അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. എല്ലാവരും കാത്തിരിക്കുക. കുറേശ്ശെയായിട്ട് നമുക്ക് ഇതുപോലെ പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതിയോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.